ആ മകൾക്ക് സംരക്ഷണം കിട്ടേണ്ട വീട്ടിൽ, അല്ലെങ്കിൽ സംരക്ഷണം കൊടുക്കേണ്ട അച്ഛൻ, അല്ലെങ്കിൽ സംരക്ഷണം കിട്ടേണ്ട ചേട്ടന്റെ സൈഡിൽ നിന്ന്, ഇവരിൽ നിന്ന് പേടിച്ച് ആ കുഞ്ഞ് അവിടെ ജീവിക്കുകയാണ്. ഒന്ന് കുളിക്കണമെങ്കിൽ പോലും ആരുടെയെങ്കിലും ഒക്കെ കാവല് വേണം. അതല്ലാതെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും സമാധാനം കിട്ടുന്ന സ്ഥലം നമ്മുടെ വീടാ. ആ വീട്ടിലും സമാധാനം ഇല്ല, അല്ലെങ്കിൽ ആ വീട്ടിൽ സമാധാനം കിട്ടുന്നില്ല, കൊടുക്കേണ്ട ആളുകൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമകരമായ അവസ്ഥ അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ പോലീസ് തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണാനിടയുണ്ടായി. ഒരു ലഹരിക്ക് അടിമയായിട്ടുള്ള, അല്ലെങ്കിൽ ലഹരി കേസിൽ ഒരുത്തിനെ അറസ്റ്റ് ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് ജാമ്യം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു വെച്ചിരുന്ന കേസ് കോടതിയിൽ പോയിട്ട് അവർ ജാമ്യം വാങ്ങി. ഇത്തരം കേസുകൾക്കും കൊലപാതകങ്ങൾക്കും മാത്രമല്ല, ലഹരിക്ക് അടിമയായിട്ടുള്ള ഈ ലഹരി പദാർത്ഥങ്ങളായിട്ട് പിടിക്കുന്ന ആളുകൾക്കും ജാമ്യം കൊടുക്കാതെ അകത്തിടുന്ന രീതിയിലുള്ള നിയമം വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പിറപ്പുകേട് ഇനിയും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് ഈ ഒരു വാർത്തയ്ക്ക് ശേഷം സംഭവിച്ചത്? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോ നമ്മുടെ പോലീസുകാരൊക്കെ എന്തെങ്കിലും ഇതിനു വേണ്ടിയിട്ട് നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, നാളെ ഈ കുടുംബത്തിൽ ഈ കുട്ടിക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ എന്തെങ്കിലും Watch full സംഭവിച്ചതിന് ശേഷം video. വിലപിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്